നബിതങ്ങളെ ബഹുമാനിക്കുന്നവർ. എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്? നമ്മുടെ ബാപ്പ മരിച്ചതിന്റെ പേരിൽ, ഉമ്മ മരിച്ചതിന്റെ പേരിൽ, മക്കള് മരിച്ചതിന്റെ പേരിൽ, നമ്മുടെ സ്നേഹിതൻ മരിച്ചതിന്റെ പേരിൽ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. എന്തെല്ലാം അലങ്കാരങ്ങളാണ്, എന്തെല്ലാം സവിശേഷതകളാണ്, എന്തെല്ലാം സമ്മാനങ്ങളാണ്. പലതും നബിതങ്ങളുടെ ജന്മത്തിൽ അതേ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അല്ലാഹ് പറയുന്നു, അസ്സറൂഹു, ആ നബിയെ ബഹുമാനിക്കണം. ആ ബഹുമാനം പ്രകടിപ്പിക്കുകയാണ് നബിദിന പരിപാടികളിലൂടെ. വനസറൂ, ആ നബിതങ്ങളെ സഹായിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മദ്രസകളും പള്ളികളുമൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിന് കമ്മിറ്റിയുടെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുന്നു. അവർക്ക് ശമ്പളമില്ല, അവർക്ക് ആ വകയിൽ 5 പൈസയും ഇല്ല. അധ്വാനിച്ച് ചെയ്യുകയാണ്. നബിദിനത്തിന് വേണ്ടി പലരോടും കലക്ഷൻ വാങ്ങുന്നു. അതേപോലെ അതാ നോമ്പ് തുറക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ പല ചെറുപ്പക്കാരും സജീവമായി മഗ്‌രിബിന്റെ സമയത്ത് അവരും നോമ്പുകാരാണ്. പക്ഷേ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കലാണ്. ഓരോ മഹല്ലത്തുകളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കലാണ്. നബിതങ്ങളുടെ ദീൻ ഇവിടെ ആളുകൾക്ക് താല്പര്യമുള്ള വിധത്തിൽ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാകണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നബിതങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ആ നബിതങ്ങളെ കൂടെ ഇറക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളുണ്ടല്ലോ, അതെല്ലാം ആ വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിക്കുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവരെന്ന് സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു തആല പറയാണ്, ഖുൽ, പറയൂ നബിയേ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, നിശ്ചയമായും നിങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണ് ഞാൻ ഒരിക്കലും ഒരു കേവല സാധാരണ മനുഷ്യനല്ല. ജമീഅ, എവിടെയെല്ലാം ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരിലേക്കും നിയോഗിച്ചയക്കപ്പെട്ടവനാണ് ഞാൻ. ആരാണ് എന്നെ നിയോഗിച്ചയച്ചത്? അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ ആധിപത്യമുള്ള പടച്ചവൻ പറഞ്ഞയച്ച ആളാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധകന് അർഹനില്ല. യുഹീ, അവനാണ് യഥാർത്ഥത്തിൽ ജീവിപ്പിക്കുന്നവൻ. വയുമീത്, അവനാണ് മരിപ്പിക്കുന്നവൻ. ഫആമിനൂ ബില്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ. വറസൂലിഹിൻ നബിയിൽ ഉമ്മി, ആ അല്ലാഹു പറഞ്ഞേച്ച റസൂലിനെ കൊണ്ടും, അതേ ആ നബിയും റസൂലുമായ അവിടുന്ന് അൽ ഉമ്മി, വേറെ ഒരു പാഠശാലയിലും പോയി പഠിക്കാതെ ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനും അറിയാനും അല്ലാഹു അറിവ് കൊടുത്ത ആളാണ്. അല്ലദീ യുമിനു ബില്ലാഹി വ കലിമാതിഹി, ആ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനം. വ കലിമാതിഹി, അവന്റെ കലിമത്തുകൾ, വചനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് പ്രവർത്തനം. അതുകൊണ്ടാണല്ലോ ഈ സത്യമതത്തിന്റെ പ്രചരണത്തിനു വേണ്ടി അധ്വാനിക്കുന്ന വകയിൽ ഒരു പ്രതിഫലവും അവിടുന്ന് വാങ്ങിയില്ല, ചോദിച്ചില്ല. എന്ന് മാത്രമല്ല, കഠിനമായ ശത്രുതയോടെ സത്യത്തിന്റെ വിരോധികൾ കല്ലെറിയുമ്പോൾ, മുൻപല്ല് പൊട്ടി തെറിപ്പിക്കുമ്പോൾ, തലക്ക് മുറിവേൽപ്പിക്കുമ്പോൾ, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുമ്പോൾ, അപ്പോൾ പോലും അവരെ നശിപ്പിക്കട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോ, വേണ്ട, അവരൊന്ന് നന്നായാലോ, ഇല്ലെങ്കിൽ അവരെ സന്താനങ്ങളെങ്കിലും നന്നായാലോ എന്ന് പറഞ്ഞ് കാരുണ്യം കാണിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരുമെന്ന് വിശ്വസിച്ചവരാണ്. വത്തബിഊ, ആ നബിതങ്ങളെ പിന്തുടർന്ന് ജീവിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ.
അതാ മുസ്ലിം സ്ത്രീകൾ തല മറക്കുന്നുണ്ട് പലരും, പക്ഷേ പകുതി മാത്രമേ മറക്കുന്നുള്ളൂ. തലയുടെ മുൻഭാഗം മറക്കാതെയാണ് പല സ്ത്രീകളും ഇപ്പോൾ തട്ടം ധരിച്ച് കാണുന്നത്. അതുപോലെ മാറിടം തുറന്നുകൊണ്ട് നടക്കുന്നതാണ് കാണുന്നത്. കയ്യിന്റെ തണ്ട പ്രത്യക്ഷപ്പെടുത്തി നടക്കുന്നതാണ് കാണുന്നത്. ഇതൊക്കെ പ്രിയപ്പെട്ട നബിതങ്ങൾ വിരോധിച്ചതാണ്. ആ നബിതങ്ങളെ നിങ്ങൾ പിന്തുടർന്നോളൂ. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളായി തീരുമെന്ന് ഖുർആൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.